ചേച്ചിയാവുന്നത്. ഇവിടുത്തെ 16-കാരി ഏട്ടത്തെ വിളിക്കുന്നുണ്ട്. എന്താണാവോ കാര്യം? ആ പെണ്ണുമുള്ളിക്ക് വട്ട ചെറുപ്പക്കാരിയാകാൻ നടക്കുകയാണ്. ഒരു ദിവസം അവരുടെ SSLC ബുക്കും എല്ലാം കൂടെ എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. നീ ഇതും കൂടെ അങ്ങ് വിരിച്ചേക്ക്. ഇവിടെ കിടന്ന് കാണിക്കുന്ന ഓക്കെ. ആമിനത്തേനെ വിളിക്കുന്നത് ആന്റി എന്നാണ്. ഇവർ 6ാം ക്ലാസ് പഠിക്കുമ്പോ പുള്ളിക്കാരി 10ലാണ്. ചോദിക്കുമ്പോ പറയുന്ന ഇവരെ കുഞ്ഞമ്മയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് ആന്റിയാണെന്ന്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ലോകത്തുള്ള എല്ലാവരും അവർക്ക് ചേച്ചിയും മാമനും അച്ഛനും അമ്മയും അപ്പച്ചി അമ്മാമ്മയും ഒക്കെ തന്നെ. നാട്ടുകാർ ഇവരെ പറയുന്ന കേട്ടാ തൊല്ലി പൊള്ളിപ്പോവും. പാരന്റ്സ് മീറ്റിങ്ങിന് പോയിട്ട് ആമിയുടെ കൂട്ടുകാരുടെ അമ്മയെ കയറി ചേച്ചിയെന്ന്. ആ പെണ്ണിനാണെങ്കിൽ ഇവരെക്കാളും 4-5 വയസ്സ് കുറവുമാണ്. പിന്നുള്ള വ്യത്യാസം, ആ പെണ്ണാണെങ്കിൽ 20 വയസ്സായപ്പോഴത്തേക്ക് ആദ്യത്തെ കൊച്ചിനെ പ്രസവിച്ചു. ഈ പെണ്ണുമുള്ള 10-29 വയസ്സായപ്പോഴാണ് ആമീനെ പ്രസവിക്കുന്നത്. അതുകൊണ്ട് ഇവര് കുഞ്ഞു വാവയും ആ പെണ്ണ് ചേച്ചി. മിണ്ടാതിരി, ദേ വരുന്നുണ്ട്. ചേച്ചി, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, കേട്ടില്ലായിരുന്നോ? വിളിച്ചായിരുന്നോ? ഞങ്ങളെ കേട്ടില്ല. നീ കേട്ടാടി? ഇല്ല, ഞാൻ കേട്ടില്ല. അല്ല വല്യേടത്തി എന്തിനാ കൊച്ചേട്ടത്തിനെ എപ്പോഴും ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നത്? വല്യേടത്തിയല്ലേ ഇവിടുത്തെ മൂത്ത മരുമോള്. പോരാത്തിന് കൊച്ചേച്ചിയേക്കാളും പ്രായത്തിന് മൂത്തത് വല്യേടത്തിയല്ലേ? അത് നാത്തൂനെ, എന്നെക്കാളും മുന്നേ വീട്ടിൽ വന്നു കയറിയ ചേച്ചിയല്ലേ. പിന്നെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ആദ്യം വന്നു കയറുന്ന പെൺപിള്ളേരെയാണ് ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ പോരാഞ്ഞിട്ട് ചേച്ചിയുടെ മോളല്ലേ എന്റെ മോളെക്കാളും മൂത്തത്. ആദ്യത്തെ കൊച്ചിനെ പ്രസവിച്ചതും ചേച്ചിയാണ്. അപ്പൊ ഈ എല്ലാ ബഹുമാനവും ഞാൻ കൊടുക്കണ്ടേ? പറയുമ്പോ എന്റെ ഭർത്താവാണ് മൂത്തയെങ്കിലും ആദ്യം വന്നു കയറിയതും ആദ്യം നമ്മുടെ കുടുംബത്തിലൊരു കൊച്ചിനെയൊക്കെ തന്നതും എല്ലാം ചേച്ചിയല്ലേ. അപ്പൊ ആ ബഹുമാനം നമ്മൾ ചേച്ചിക്ക് കൊടുക്കണ്ടേ? അങ്ങനെയില്ലേ ചേച്ചി? അത് ശരിയാ.